നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ലോകനാർക്കാവിൻ്റെ അടുത്ത് നമ്മൾ ഉദയനക്കുറിപ്പിൻ്റെ ഒരു പ്രണയകാര്യം പറയുകയാണല്ലോ. ഇപ്പോൾ ഉദയനക്കുറിപ്പിന് യുവാവായി മാറി അദ്ദേഹത്തിന് ലോകനാർക്കാവിനടുത്തുള്ള കാവിൽ ചാത്തോത്ത് ചീരുമ്മയുടെ മകളെ കുങ്കിയോടൊരു സ്നേഹം. പക്ഷേ ആളറിയാതെ തനിക്ക് വന്ന വിവാഹാലോചന. കുങ്കി മഹാ സൗന്ദര്യം കുറഞ്ഞവളാണ്. അവളുടെ പല്ലുകൾ ചക്കച്ചോള പോലെയുള്ള പല്ലുകളാണ്. കറുത്തവളാണ് ചീരു. അവളുടെ തല പേന്തലയാണ്. ഇങ്ങനെ ഞുണ്ടലുണ്ട്. ഈ മാതിരിക്ക് വർത്തമാനം പറയുന്നിടത്ത് ഏറെ വിക്കലൊക്കെ ഉണ്ട്. ഈ വിധത്തിലൊക്കെ പലരും പ്രചരിച്ച, അതായത് കുങ്കിയമ്മയ്ക്ക് പുടവ കൊടുക്കാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പലരും അതിന് പറ്റില്ല എന്ന് കുങ്കിയമ്മ പറഞ്ഞ വൈരാഗ്യത്തിൽ പറഞ്ഞു വരുത്തിയ ഈ അപമാനകരമായ കാര്യങ്ങളൊക്കെ ഉദയനം കേട്ടു. അതൊക്കെ പറയുകയും ചെയ്തു. ചാപ്പനോട് എന്നുള്ളവർക്ക് ഇത് ചീരുമ്മ കേൾക്കെ ചാപ്പനോട് പറയുകയും ചെയ്തു. അങ്ങനെ ആ വിവാഹാലോചന തട്ടിപ്പോയി. പക്ഷെ പിന്നീട് ഈ കുങ്കിയമ്മ ഒരു ദിവസം കുളക്കടയിൽ വെച്ച് നേരിട്ട് കണ്ടപ്പോഴാണ് താൻ പറഞ്ഞതൊക്കെ പരമ അബദ്ധമായിരുന്നു. ഇവരെ അതീവ സുന്ദരിയായൊരു സ്ത്രീ, ഇവരെ തനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ള മോഹം ഉള്ളിലുണ്ടായി. പക്ഷേ അങ്ങേയറ്റ അപമാനിച്ച് ഇവരോട് ഇനി വീണ്ടും വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കുമോ? ആരും സമ്മതിക്കില്ല, അവരും സമ്മതിക്കില്ല. ഇത്തിരി താളി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ വഴി നീള താളി വേണമെങ്കിൽ ഇതിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുക്കുന്നൊരു ലക്ഷണമില്ല. അപ്പോൾ എന്താ വഴി ഇനി കുങ്കിയമ്മയെ വിവാഹം ചെയ്യാൻ? അങ്ങനെ ഉദയനക്കുറിപ്പും ചാപ്പനും കൂടി ആലോചിച്ചു, നമുക്ക് വഴിയുണ്ടാക്കാന്നേ എന്ന് പറഞ്ഞു ചാപ്പൻ. എന്താണ് എന്നിട്ട് അവർ കണ്ടുപിടിച്ചത്? ഏതെങ്കിലും വിധത്തിൽ ഈ ചാത്തോത്ത് വീടിനകത്ത് കയറി പറ്റുക ഉദയനക്കുറിപ്പ്. എന്നിട്ടോ കുങ്കിയമ്മോട് നേരിട്ട് പറയാം, തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ സമ്മതിക്കണം, തനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ള വിവരം നേരിട്ട് പറയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒപ്പിക്കല്ലേ? കള്ളത്തരം കണ്ടുപിടിച്ചു, ഒരു സൂത്രം ഒപ്പിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക്, അതായത് തച്ചോളി ഉദയനക്കുറിപ്പിനെ ചാത്തോത്ത് വീടിനകത്ത് കയറ്റാനായിട്ടുള്ളൊരു സൂത്രം ചാപ്പനും ഉദയനനും കൂടി മെനഞ്ഞുണ്ടാക്കിക്കുക. ഒരാഴ്ച കൊണ്ട് കുറേ ദിവസം കഴിഞ്ഞ്, അപമാനിക്കലൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെ നടന്നു. ആ സമയത്ത് ഒരു ദിവസം അതിൻ്റെ ഭാഗമായിട്ട് അത് നടപ്പിൽ വരുത്താൻ പോവാം. അത് ഒരു ദിവസം ഉച്ച സമയത്ത്, ഉച്ച തിരിഞ്ഞു, ആ സമയത്ത് ഈ ചാപ്പൻ ചാത്തോത്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ ചാത്തോത്തമ്മ ചോദിച്ചു, അതായത് കുങ്കിയുടെ അമ്മ ചോദിച്ചു. ചാത്തോത്തമ്മ ചോദിച്ചു, ഇതെന്താ ചാപ്പ ഈ നേരത്തെ ഈ വഴി? ഒന്നും പറയണ്ട അമ്മയെന്ന് പറഞ്ഞു. അപ്പം ചാപ്പൻ ഇങ്ങനെ പുതച്ചിരുന്ന ഈ മുണ്ടങ്ങെടുത്ത് മാറ്റി, എൻ്റെ മേത്തൊന്ന് നോക്ക്. എന്താണെന്നറിയാമോ? നല്ല ചാട്ടവാറ് വെച്ചിട്ട് അടിച്ചിട്ടുള്ള അടി കൊണ്ടാണ് അയാളെ മേല് മുഴുവൻ. അയ്യോ എൻ്റെ ചാപ്പ, നിന്നെ ആരെയും ഇങ്ങനെ തല്ലിയത്? അക്കാര്യമൊന്നും പറയണ്ട. എത്ര കാലമായി ഞാൻ മാണിക്കോത്ത് ദാസനായി നിന്ന് ജീവിക്കണം ഉദയനക്കുറിപ്പിൻ്റെ വീട്ടിൽ. പക്ഷേ എന്താ കാര്യം? ഇപ്പം ഞാൻ ചെയ്യണതൊക്കെ കുറ്റം. അവിടുന്ന് ഞാൻ ചെയ്യണ ജോലിക്കൊന്നും എനിക്ക് കാശ് തരുന്നില്ല. തൊട്ടതിന് എനിക്ക് ശിക്ഷ. അതേ കണ്ടില്ലേ, ഉദയനക്കുറിപ്പ് പിടിച്ച് അടിച്ച കാര്യമായി ഈ കാണുന്നത് എന്ന് പറഞ്ഞ ചാത്തോത്ത് മാണിക്കോത്ത് നിന്നുള്ളതാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കലോ എന്ന് കരുതി ഞാൻ ഇതുവരെ എനിക്ക് അവിടെയുള്ള അനുഭവം പുറത്താരോടും പറയാറില്ല. ഓ ഇത് കഷ്ടായില്ലോ ചാപ്പ, നിൻ്റെ ശരീരം കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമാവണല്ലോ. ചാപ്പൻ ഒരുപാട് ദുഃഖം അഭിനയിച്ചു. അമ്മേ, എന്നെപ്പോലുള്ളവർക്ക് എന്ത് നട്ടുച്ച? ഞാൻ ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണം എന്താണെന്ന് വെച്ചപ്പോൾ എന്ത് നട്ടുച്ച, എന്ത് നട്ടപ്പാതിര? ഞങ്ങൾക്ക് രാത്രി പകലൊന്നുമില്ല, എല്ലാം അറിയ പണിയെടുക്കുക, നമുക്ക് വല്ല ഭക്ഷണം അവിടുന്ന് കിട്ടിങ്ങി കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് എന്താ ഉള്ള അഭിമാനം? അയ്യോ ഇതിപ്പോൾ വലിയ കഷ്ടമായില്ല. 1000 തേങ്ങ വീഴുന്ന ഭവനം, 1000 തേങ്ങ വിളഞ്ഞ് വീഴുന്ന ഭവനം. പക്ഷേ സന്ധ്യയ്ക്ക് വല്ലതൊരു കറി വയ്ക്കണമെങ്കിൽ അരയ്ക്കണമെങ്കിൽ അവിടെ തേങ്ങ പിണ്ണാക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല, തേങ്ങയില്ല. അതുകൊണ്ടാണ് തേങ്ങ പിണ്ണാക്ക അരയ്ക്കണേ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. 1000 തേങ്ങ വീഴുന്ന
തേങ്ങയ്ക്കയുടെ പാട്ടമുള്ള സ്ഥലം. പക്ഷേ സന്ധ്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങ പിണ്ണാക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോൾ ചാപ്പൻ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, ഓ പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാം. പള്ളിയിൽ നിന്ന് മുസ്ലിം പള്ളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പള്ളിയിൽ എങ്ങനെ നടക്കണം കാര്യങ്ങളെന്നൊക്കെ അള്ളാഹ്ക്കറിയാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈവമാണ് അള്ളാഹു. അള്ളാഹുവിനറിയാം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കേട്ട് കേൾവിയേ ഉള്ളൂ, അവിടെ ഒന്നുമില്ല എന്നാണ് അർത്ഥം. മാണിക്കൂത്ത് വീടിനെ പറ്റിയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ ആലക്കലെ പശു പുല്ല് തിന്നില്ല, ആലക്കലെ പശു പുല്ല് തിന്നില്ല ചാപ്പ. അതെന്താ അത്? പുല്ലിന് ആലക്കലേക്ക് അങ്ങോട്ട് ആല എന്ന് പറഞ്ഞാൽ ഈ കൊല്ലന്മാരുടെ ആല അവിടെ കത്തിക്ക് മൂർച്ച കൂട്ടും. പശു അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനെ പിടിച്ച് കണ്ടിച്ചിങ്ങനെ വെച്ച് തിന്നില്ല. പല്ല് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, അത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിന്നും. പിന്നെ ഇതാവും അടി കിട്ടിയ പാടൊക്കെ കാണിച്ചുകൊണ്ട് ചാപ്പൻ പറഞ്ഞു, അതൊന്നും അല്ലാമേ, ആലക്കലെ പുല്ല് പോലെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കണതൊന്നുമല്ല. ഞാനിനി വിട്ടു. ഇനി ആലക്കൽ തച്ചോളി മാണിക്കോത്ത് നിൽക്കലില്ല. ഇനി ഉപജീവനത്തിന് വേറെ എന്തെങ്കിലും ജോലി, വേറെ എവിടെയെങ്കിലും ജോലിക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. അപ്പം ചാത്തോത്തമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. ചാപ്പൻ നല്ല ബുദ്ധിയുള്ളവനാണ്, വിശ്വസ്തനുമാണ്. തനിക്ക് മകൾക്ക് ഇവിടെ ജീവിക്കുമ്പോൾ വേറെ ഒരാൺതുണയില്ല. മകളൊക്കെ പുടവ കൊടുക്കാനൊന്നുമല്ല, ഞങ്ങളുടെ ഒരു കാര്യസ്ഥനായിട്ട് തങ്ങൾക്കൊരു സംരക്ഷണത്തിനായിട്ട് ഈ ചാപ്പനെ ഇവിടെ നിർത്താം എന്ന് കരുതിയിട്ട് പറഞ്ഞു. എന്നാൽ നീ ഇവിടെ നിന്നോ ചാപ്പാ എന്നോ ചാത്തോത്തമ്മ. അപ്പം ചാപ്പന് സന്തോഷമായി, അങ്ങനെ വഴിക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ചാപ്പൻ പറഞ്ഞു, അയ്യോ ഞാനങ്ങനെ ഇവിടെ വന്ന് താമസിച്ചാൽ പറ്റില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും എനിക്കങ്ങനെ പാല് തന്ന കൈമ കയറി കടിക്കാൻ പാടില്ല, അതല്ലേ ശരി. കാര്യം എന്നെ അടിച്ചു, എൻ്റെ മേത്ത് മുഴുവൻ വടുക്കൾ കണ്ടില്ലേ, എനിക്കവിടെ പോകണമെന്നില്ല. പക്ഷേ ഞാൻ മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യുന്നത് അവരെ അപമാനിക്കുന്നില്ലല്ലേ, അത് ഞാൻ ഏതായാലും ചെയ്യില്ല. മാണിക്കൂത്തുകാരെ ഞാൻ അപമാനിക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഇവിടെ സഹായത്തിന് ഒരാളെ ഞാൻ കൊണ്ടുതരാം. നല്ല ആരോഗ്യമുള്ളവനാ, നല്ല ജോലിയും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആൾ സത്യസന്ധനാട്ടോ, വിശ്വസിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, അതെന്താ? ആളൊരു പൊട്ടനോ? ആ അതെ, പൊട്ടന എന്ന് വെച്ചാൽ ബുദ്ധി ശരിക്കും വികസിച്ചിട്ട് തച്ചോളി പൊട്ടൻ. ചാത്തോത്തമ്മ അന്തം വിട്ടു. തച്ചോളിയിൽ പൊട്ടനോ? തച്ചോളി കുടുംബം എന്ന് പറഞ്ഞാൽ പേര് കേട്ട കുടുംബമല്ലേ, എല്ലാവരും നല്ല സമർത്ഥരായിട്ടുള്ളവരവിടെ. അവളൊരു പൊട്ടനോ? ആ അങ്ങനെ ഒരാളുണ്ട്, തച്ചോളി പൊട്ടൻ. അവർ പുറത്താരോടും പറയാത്തോണ്ടാ. ഇതൊന്നും നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, എന്ത് പണിയെടുക്കും, കാശൊന്നും കൊടുക്കൊന്നും വേണ്ട. അയാളെ ഞാൻ വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാം. ആ പൊട്ടനെങ്കിൽ പൊട്ടൻ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താമല്ലോ എന്നും പറഞ്ഞ് ചാത്തോത്തമ്മ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ചാപ്പൻ അവിടുന്ന് പോവുകയും ചെയ്തു. അവിടുന്ന് പോയി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഒരുപാട് താടിയും തലയൊക്കെ വളർത്തി, ചെമ്പനായിട്ട് തലമുടിയൊക്കെ വളർത്തി, പ്രാകൃതം പിടിച്ച് മുഖം അധികം കാണുകയില്ല. അങ്ങനെ ഒരാൾ തോളിലാണെങ്കിൽ ഒരു ബാണ്ണൊക്കെ ഇട്ടു. ഇതെന്താടാ ഈ തുണി ബാണ്ടത്തിൽ? ഓ അവനും വല്ലതും തിന്നാൻ കിട്ടണത്, ഏത് നേരം തിന്നുകൊണ്ടിരിക്കട്ടെ, അവന് ചവച്ചോണ്ടിരിക്കണം, ചവ എന്നിരിക്കാൻ എൻ്റെ വായി എന്ന് കരുതി അതൊക്കെ സാധനങ്ങളാണ് എന്നും പറഞ്ഞു അവിടെ കൊണ്ടുവരും. അപ്പം നേരെ സന്ധ്യയായി കഴിഞ്ഞു. ഇയാളെ ഇവിടെ ആക്കിയിട്ട് ചാപ്പൻ, ഞാൻ ഒരു കാര്യമാണല്ലോ അമ്മ, ഇവർക്ക് ചാപ്പനും ഈ പൊട്ടനും ഭക്ഷണം കൊടുത്തു. ഈ പൊട്ടൻ വന്ന വഴിക്ക് എന്തുണ്ടായിന്നറിയാമോ? കാടിക്കലത്തിൽ കൈയിട്ട് കലക്കി. കാടിക്കലം എന്ന് പറഞ്ഞാൽ ഈ അരിയൊക്കെ വാർത്തിട്ടുള്ള വെള്ളം, അരി കഴുകിയിട്ടുള്ള വെള്ളം പശുക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള, അതിൽ മനുഷ്യരൊന്നും അതിൽ കൈയിട്ടടക്കുക. അതൊരു വൃത്തിയില്ലാത്ത വസ്തുവായിട്ട് നമ്മൾ കരുതുന്നത്. എപ്പോട്ടം വന്ന വഴിക്ക് ആ കാടിക്കലത്തിൽ കൈയിട്ട് കലക്കി. അമ്മയോടൊന്നും ചെയ്തു ഓട്ടം തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പണി എന്താണെന്നറിയാമോ? അതാണ് അതിലും കഷ്ടം. പാളയം കയറെടുത്ത് കിണറ്റിലേക്ക് ഇട്ടിട്ട് കിണറിൽ എന്താ ആഴണമെന്ന് ഇങ്ങനെ അളന്ന് നോക്കുക. അയ്യോ, ഇത് ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യുമോ?
അങ്ങനെ ഈ ശരിക്കും പൊട്ടൻ്റെ പോലെ തന്നെ കണ്ടാൽ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കിണറിൻ്റെ ആഴളക്കാൻ നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത് ഒരൽപ്പുര. പണ്ട് കാലത്ത് എങ്ങനെയാ വെച്ചാൽ നെല്ലൊക്കെ പുഴുങ്ങി ഉണക്കി വീടുകളിൽ തന്നെ കുത്തുക, ഒരലിലിട്ട് ഒലയ്ക്ക കൊണ്ട് ഇടിച്ച് കുത്തുക ചെയ്യുക. ഈ പൊട്ടൻ നേരെ ഒരൽപ്പുരയിലേക്കാണ് കടന്നിട്ട് ഒലയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും കടയും തലയൊക്കെ നോക്കുക, ഒരലിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് കൈയിട്ട് നോക്കുക, ഒരൽ മറിച്ചിട്ടു. നല്ല കട്ടിയുള്ള കരിങ്കല്ല് കൊണ്ടുള്ള ഉള്ളതാണ് ഒരൽ. അതങ്ങ് മറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഒരലും ഒലയ്ക്കൊക്കെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കാൻ തുടങ്ങി. കിണർ അളക്കാൻ തുടങ്ങി, എന്താ ആഴമുണ്ടെന്ന് നോക്കാനായിട്ട് തുടങ്ങി. കാടിക്കലത്തിൽ കൈയിട്ട് കലക്കി. അങ്ങനെ നടന്നപ്പോൾ ഇവരെ അമ്മയും മോളും നിന്നിട്ട് ഈ പൊട്ടൻ്റെ വിഡ്ഢിത്തരങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കുട്ടിച്ചിരിക്കാനും തുടങ്ങി. പൊട്ടനൊരു ഭാവ വ്യത്യാസമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യയായി, വിളക്ക് കൊളുത്തി, എല്ലാം ദിക്കിന്ന് നാമജപമൊക്കെ കേട്ടു. അത്താഴം കഴിക്കേണ്ട സമയമായി. ചാത്തോത്തമ്മ ചാപ്പനെയും പൊട്ടനെയും വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വന്നോളാൻ പറഞ്ഞു. വന്നിരുന്ന് രണ്ടുപേരും സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന ബാണക്കെട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇറക്കിയിരുന്ന് ഇങ്ങനെ തൂണും ചാരിയിരുന്ന് ഇങ്ങനെ ആടുക തച്ചോളി പോട്ടെ. അപ്പോൾ ചാത്തോത്തമ്മ പറഞ്ഞു, അവിടെ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, ഈ പൊട്ടൻ പുറത്ത് കിടക്കില്ല, ഞാൻ പുറത്ത് കിടന്നോളാം, ഞാനീ വരാന്തയിലെ ഒരു തലേണയും വെച്ച് കിടന്നോളാം, എനിക്കൊരു പായും തലേണയും പുറത്തേക്ക് വന്നാൽ മതി. പക്ഷേ ഈ പൊട്ടൻ പുറത്ത് കിടക്കില്ല, അവൻ അകത്ത് കിടത്തണം, കിടത്തുന്ന വഴി ഇറങ്ങിക്കോളും, ഒരു ശല്യമില്ല. അങ്ങനെയാ നീ കിടന്നോ എന്ന് പറഞ്ഞൊരു പായും തലേണയും പുറത്ത് വരാന്തയിലേക്കാണ് കൊടുത്തു ചാപ്പൻ. പൊട്ടനോട് നീ ഇവിടെ കിടന്നോ എന്നും പറഞ്ഞാൽ അകത്ത് കയറിയിട്ടുള്ള ഇടനാഴിയിൽ ഒരു പായും തലേനെ അവിടേക്ക്. അമ്മയും മോളും കൂടി അകത്ത് പോയി കിടന്നു. അപ്പം മകൾ തന്നെ കിടക്കുന്നത് ഒരു മുറിക്കകത്താണ്. അറാന്നാണ് പറയുക ഈ മുറികൾക്കൊക്കെ. അമ്മയുടെ അറയ്ക്കകത്തും കയറി, മകളുടെ അറയ്ക്കകത്തും കയറി, വാതിൽ ചാരിയിട്ട് പൊട്ടനും ചാപ്പനൊക്കെ പുറത്തുണ്ട്, പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ. അകത്തുനിന്ന് വാതിൽ ചാരിയിട്ടിട്ട് കുങ്കിയമ്മയുടെ അറയ്ക്കകത്തും കയറിയും കിടന്നു. കുങ്കിയമ്മ അങ്ങനെ ഉറക്കത്തിലേക്കാണ്ട് പോകുമ്പോൾ തൻ്റെ കിടക്കയിൽ ആരോ ഇരിക്കണ പോലെ തോന്നുന്നത് എനിക്ക്. നോക്കുമ്പോൾ എന്താ, ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ്, ഒരു പടക്കുറുപ്പിൻ്റെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ്, തലമുടിയൊക്കെ ചീകി കുടുമയൊക്കെ കെട്ടിവെച്ച്, ആ വരക്കുറി ചന്ദനക്കുറി വരച്ചു തൊട്ട്, കുങ്കുമം നടുക്ക് തൊട്ട്, ചമയങ്ങളൊക്കെ അണിഞ്ഞ്, അങ്ങനെ പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുത്ത് സുന്ദരനായൊരു ചെറുപ്പക്കാരനാണ് തൻ്റെ കിടക്കയിൽ വന്നിരിക്കുന്നു. കുങ്കിയമ്മ പെട്ടെന്ന് ആദ്യം ഞെട്ടിപ്പോയി, ഇതാരത് തൻ്റെ അറയ്ക്കകത്ത് കയറാൻ ധൈര്യപ്പെട്ടവൻ എന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആളെ മനസ്സിലായത് തച്ചോളി അതിനെക്കുറിപ്പാണല്ലോ എന്ന് കരുതി. അങ്ങനെ കുങ്കിയമ്മ വന്ന ആക്രമം, ഈ കാണിച്ചത് അക്രമമാണ്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ അറയ്ക്കകത്ത് ഞാൻ കിടക്കണം, അറയ്ക്കകത്ത് വന്ന് എൻ്റെ കെട്ടിൽ കയറി. ഉടൻ തന്നെ ഓതേനം കൊണ്ടു, പ്രിയേ തൊഴുകയോട് പറഞ്ഞു, പ്രിയേ എനിക്ക് പ്രിയപ്പെട്ടവളെ, കുഞ്ഞി മാപ്പ് തരണം, ഞാൻ അറിഞ്ഞില്ല, അറിയാതെയാണ് ഞാൻ നിന്നെ അപമാനിച്ച് നിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ദുഷിച്ചു പറഞ്ഞതൊക്കെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നീ വളരെ സുന്ദരിയാണ്, നീ സൗന്ദര്യമുള്ളവളാണ്, നീ സൗശീല്യമുള്ളവളാണ്, എനിക്കറിയാതെയാണ് ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണം പ്രിയേ. തച്ചോളി ഉദയനക്കുറിപ്പ്, വീരശൂര പരാക്രമിയായ ഉദയനക്കുറിപ്പ്. കുങ്കിയമ്മ വിചാരിച്ചു, ഇതെന്താത്, ഉദയനക്കുറിപ്പ് തന്നോട് മാപ്പ് പറയേ, ഇത്ര ധീരനായ സാമൂതിരിയുടെ നിന്നും പട്ടും വളയും വാങ്ങിയ ഉദയനക്കുറിപ്പ്, ആനക്കെടുപ്പത് പൊന്നു വാങ്ങിക്കൊണ്ടത് സമ്മാനം വാങ്ങിച്ച ഉദയനക്കുറിപ്പ്, ആനക്കെടുപ്പത് പട്ടുകൊണ്ടുവന്ന ഉദയനക്കുറിപ്പ് തന്നോട് മാപ്പ് പറയേ. കുങ്കിയമ്മകൾ വല്ലാണ്ടായി, വളരെ ഇതോട് കൂടിയിട്ട് വേഗം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. യോ എന്നോട് ഇങ്ങനെ മാപ്പൊന്നും പറയില്ല, അതെ ഞാൻ നിന്നെ അറിയാതെ കണ്ട് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് കുങ്കിയമ്മ തൻ്റെ കൈ പിടിച്ച് മാപ്പ് പറയുകയും ചെയ്തു, തന്നോട് ചേർത്ത് ആശ്ലേഷിച്ചു.
അപ്പോഴത്തേക്കും വാതിൽക്കൽ ഒരു മുട്ട് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അതിനെക്കുറിപ്പ് അത് വന്നു വാതിൽക്കൽ ആരാടി അകത്താരാടി വന്നേക്കണേ, ആരാടി അവിടെ വന്നേക്കണേ, ചാത്തോത്തമ്മയുടെ ശബ്ദ. കുങ്കിയമ്മയുടെ കുങ്കിയമ്മയ്ക്ക് അപകടം മനസ്സിലായി. തൻ്റെ മുറിക്കകത്ത് ഉദയനക്കുറിപ്പ് വന്ന കഥ കേട്ട അമ്മ സത്യം ചെയ്തേക്കണത് ഉദയനക്കുറിപ്പിന് കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന്. എന്താ ഇനിയിപ്പോൾ പറയണ്ടേ? എന്നാലും കുങ്കിയമ്മയ്ക്ക് അപ്പം ഒരു യുക്തി തോന്നി. കുങ്കിയമ്മ പറഞ്ഞു, തച്ചോളി പൊട്ടൻ അമ്മേ, എന്താ ഞാൻ ചെയ്യുക? തച്ചോളി പൊട്ടൻ ദേ ഇപ്പോൾ രാത്രിയായി, ഇപ്പം തച്ചോളി ഓതേനായി മാറി. ഞാനെന്താ അമ്മേ ചെയ്യുക? എൻ്റെ അറക്കകത്ത് വന്നേക്കുക. ചാത്തോത്തമ്മ ഞെട്ടിപ്പോയി. ഏട്ടാ, പൊട്ടനായിട്ട് വേഷം കെട്ടി വന്നത് ഉദയനനാണല്ലേ? എന്നിട്ട് എൻ്റെ മകളുടെ അവൾ കിടന്നുറങ്ങണം അറയ്ക്കകത്ത് കയറിയല്ലേ? ഇപ്പം നെയ്യ പൊട്ടൻ്റെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നാണല്ലോ ആ ബുദ്ധിശാലി ചാപ്പൻ. കള്ളത്തരം പറഞ്ഞു വന്നിട്ടല്ലേ കയറ്റിയത്. അപ്പം എന്നൊന്നും ഞാൻ വച്ചേക്കില്ല എന്നും കരുതി ചാത്തോത്തമ്മ ഓലയ്ക്കയും കൊണ്ടങ്ങോട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അങ്ങോട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ വരാന്തയിൽ. അവിടെ ചെന്നപ്പോൾ പുതച്ചു മൂടി കിടക്കുക ചാപ്പൻ. കൊട്ടത്താനും ഉങ്ങിയിട്ടിട്ട് തച്ചോളി പൊട്ടനെ കൊണ്ടുവന്നു ലടാ നീയ്, നിൻ്റെ തച്ചോളി പൊട്ടനെന്നും പറഞ്ഞു അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അനക്കമില്ല, ഒരു നൊലുളി മുരുളി ഒന്നുമില്ല ഈ ഓലയ്ക്കൊണ്ടടിച്ചിട്ട്. അപ്പം മുറ്റത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം, അമ്മേ ചാത്തോത്തമ്മേ, അതാ അമ്മയുടെ തലേണയാണ് കേട്ടോ. ചാപ്പൻ്റെ പ്ലാവിൻ്റെ മുകളിലാണ്. ഏട്ടാ ചാപ്പ നീയേ പ്ലാവിൻ്റെ മുകളിൽ? പിന്നെ ഇല്ലേ, പൊട്ടനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ പച്ചക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷിക്കാൻ കയറിയില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് ചിരിയാ വന്നത്. എന്തൊരു സൂത്രശാലികളാണ് അവർ. അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് ജോലയ്ക്ക് അങ്ങോട്ട് വലിച്ചു എറിഞ്ഞു. അങ്ങോട്ട് ചാപ്പ നീ ഇറങ്ങി വന്നോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പം ഞാൻ വരാം, കോമപ്പക്കുറിപ്പിനോട് കാര്യം പറയാം, എന്നിട്ട് കല്യാണം നടത്താം എന്ന് പറഞ്ഞ് ചാപ്പനും ഉദയനക്കുറിപ്പും തിരിച്ചും പോയി. ചാത്തോത്തമ്മ അടുത്ത ദിവസം മാണിക്കൂത്ത് വീട്ടിലേക്ക് ഉദയനൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് കോമപ്പക്കുറിപ്പിനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോമപ്പക്കുറിപ്പ് കിട്ടുന്നല്ല ചിരിക്കുക. തൻ്റെ അനിയൻ്റെയും ചാപ്പൻ്റെയും കൂടി ഒരു സൂത്രവും കൗശലവും കണ്ടിട്ട് അങ്ങനെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ വളരെ സന്തോഷമായിട്ട് തച്ചോളി മാണിക്യോത്ത് ഉദയന ഉപ്പാട്ടിയമ്മയുടെ മകൻ ഉദയനക്കുറിപ്പും ലോകനാർകാവിനടുത്തുള്ള കാവിൽ ചാത്തോത്ത് ചീരുവമ്മയുടെ മകൾ കുഞ്ഞികുങ്കിയുമായിട്ടുള്ള വിവാഹം സങ്കളം നടന്നു ലോകനാർകാവിലമ്മയുടെ നടയിൽ വെച്ച്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. എല്ലാവരുടെയും ഉദയനക്കുറിപ്പിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മറ്റുള്ളവരോടൊക്കെ പറയാം. നിങ്ങൾക്കൊരു കഥ പറയാൻ അവസരം കിട്ടിയത് നിങ്ങൾ ഉദയനക്കുറിപ്പിൻ്റെ കഥ പറയാം. നമ്മുടെ വീരനായകനല്ലേ.